നമുക്ക് നല്ല മൈസൂർ വാഴൻ്റെ നല്ല കാമ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കൊണ്ടൊരു പാനി ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ അതെന്തിനാന്ന് വെച്ചാൽ കൊളസ്ട്രോളും യൂറിക് ആസിഡും മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നവർക്കും പിന്നെ കുടിക്കാൻ പറ്റിയൊരു പാനിയാണ്. പക്ഷെ ഞാൻ കേട്ടത് ഇത് ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് ഈ മൂത്രത്തിൽ കല്ലുള്ളവർക്കാണ്. മൂത്രത്തിൽ കല്ല് പൊടിഞ്ഞു പോകും പോലെ ഇതുകൊണ്ട് ഈ വാഴേൻ്റെ കാമ്പിൻ്റെ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊടിഞ്ഞു പോകും പോലും അല്ലേ? ആ മൂത്രത്തിൽ കല്ല് പൊടിഞ്ഞു പോവുകയും ചെയ്യും ആ ജ്യൂസ് കുടിച്ചാൽ. യൂറിക് ആസിഡ് പിന്നെ കൊളസ്ട്രോള് ഒരാഴ്ച വരെ ഇത് കഴിക്കണം പോലും അല്ലേ? ശരിക്കും തുടർച്ചയായിട്ട് ഒരാഴ്ച രാവിലെ വെറും വയറ്റിൽ ഈ ഒരു സാധനത്തിന്റെ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ലിന്റെ ഇതിലുള്ളവർക്കെല്ലാം വളരെ നല്ലൊരു മെഡിസിനും കൂടിയാണെന്നാണ് ഈ ഒരു പാനീയത്തിനെ പറ്റി പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് പാനീയം ഉണ്ടാക്കാം. ആദ്യം കാമ്പ് കട്ട് ചെയ്തെടുക്കാം. കാമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നാര് ഉണ്ടാകും. ആ നാര് വലിച്ചെടുത്ത് കളയണം. കൈക്ക് ചുറ്റിട്ട് അത് കളയണം. ഇതുപോലെ കിട്ടും നാര്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിപ്പം നമ്മളൊരു ഗ്ലാസ് ജ്യൂസിനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളൊക്കെ ഇന്നലെ ഒരുപാട് കാമ്പ് കിട്ടിയിട്ടുണ്ട്. അത് വറവായിട്ടും മറ്റെല്ലായിട്ട് തിരക്കെല്ലാക്കിയിട്ടെല്ലാം ഉപയോഗിക്കാം. ഒരുപാട് ഐറ്റംസ് കാമ്പിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് 2-3 പീസും കൂടി ആക്കിയിട്ട് നമുക്ക് ജാറിലിട്ട് ചെറിയ ചെറിയ പീസാക്കിയാൽ വേഗം അരഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നത്. വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കട്ട് ചെയ്ത കാമ്പെടുത്ത് നമുക്ക് ജാറിലേക്ക് ഇടാം. ഇതിന്റെ കൂടെ നമ്മൾ വേറെ ഒന്നും ഇപ്പം ചേർക്കണ്ടല്ലോ? അടിക്കുന്ന സമയത്ത് ചേർക്കണ്ട. ഈ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെറുനാരങ്ങന്റെ നീര് നമുക്ക് കാമ്പ് അടിക്കാം. നമ്മളെ കാമ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞിട്ട് പിന്നെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പൊ നമുക്കിത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റിയെടുക്കാം. ശരിക്കും ഏറ്റവും നല്ല ഗുണം ഇത് അരിക്കാണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ആ നാരുകളുള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതിൻ്റെ കുറച്ച് ചെറിയൊരു പീസ് പുളിനാരങ്ങ പിഴിഞ്ഞു വയ്ക്കാം. പുളിനാരങ്ങ വളരെ കുറച്ച് മതി. മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊന്നും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, പക്ഷെ നല്ലൊരു മരുന്നാണ് ശരിക്കും. അപ്പൊ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കാണ്ട് പുളിനാരങ്ങ മാത്രം ചേർത്തിട്ടാണ് ഈ ജ്യൂസ് കഴിക്കുന്നത്. കാരണം എനിക്ക് മുന്നേ മൂത്രക്കല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3-4 വർഷം മുന്നേ മൂത്രക്കല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു 5-6 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് കഴിക്കലുണ്ട്. വെറും പിന്നെ വാഴക്കാമ്പും ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പുളിനാരങ്ങ, കുറച്ച് മാത്രം പുളിനാരങ്ങ ഇടിച്ചിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിച്ചിട്ട് എനിക്ക് ഇത്ര വരെ ആയിട്ട് പിന്നെ കല്ല് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത്ര നല്ല ടേസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് പിന്നെ വേറെ എന്തെങ്കിലും ചേർത്തിട്ട് പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് വേറെ എന്തെങ്കിലും ചേർത്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്തെന്ന് തന്നെ ആയാലും നമുക്കിതൊരു നല്ലൊരു പാനീയമാണ്. അതേപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പാനീയം. ഇങ്ങനെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല മരുന്നായതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെയാണ് കഴിക്കല്. അതുപോലെ തന്നെ നെഞ്ചരിച്ചൽ, അസിഡിറ്റി ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് ഇതിൻ്റെ രോഗശമനം കുറക്കാനുള്ള നല്ലൊരു ഔഷധം കൂടിയാണ് ഈ പിന്നെ വാഴപ്പിണ്ടി ജ്യൂസ്. അപ്പം വാഴപ്പിണ്ടി ജ്യൂസിൻ്റെ വിശേഷങ്ങളുമായി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.